നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ നവീൻ കനകരാജ്, കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് അറ്റ് SP മെഡിഫോർട്ട് ഹോസ്പിറ്റൽ ആൻഡ് മുദിത യൂറോളജി OB-GYN ക്ലിനിക്. ഇന്ന് ഞാൻ നിങ്ങളടുത്ത് സംസാരിക്കാൻ പോകുന്നത് BPH കുറിച്ചാണ്. BPH എന്ന് പറയുന്നത് ബെനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫി. എന്താണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പുരുഷന്മാരിലും കാണപ്പെടുന്ന ഒരു ഗ്രന്ഥിയാണ്. അത് മെയിൻലി ഒരു സെക്സ് ഗ്ലാൻഡ് ആണ്. ഈ 40-45 വയസ്സ് കഴിയുമ്പോഴായിരിക്കും അതിന്റെ ഗ്രോത്ത് വരുന്നത്. ഈ ഗ്രോത്ത് എന്ന് പറയുന്നത് സിമ്പിൾ സാധാ ഗ്രോത്ത് ആയിരിക്കും. അത് ബെനൈൻ hypertrophy of prostate എന്ന് പറയും. അല്ലാതെ it may be a prostate sign of a prostate cancer also, or the growth may be infection also. അപ്പോൾ ഇതിൽ എന്താണ് നിങ്ങൾക്ക് ഉള്ളതിന് എങ്ങനെ അറിയപ്പെടുന്നത്? അത് ബേസ്ഡ് ഓൺ ദ സിംറ്റംസ് പറയുന്നത് ലോവർ യൂറിനറി ട്രാക്ട് സിംറ്റംസ് അഥവാ LUTS എന്ന് പറയും. കൂടെ മൂത്രം ഒഴിക്കാനുള്ള സിംറ്റംസ് വന്നാലോ, മൂത്രത്തിന്റെ സ്പീഡ് കുറവായിട്ട് തോന്നുവാണെങ്കിലോ, അല്ല ചെറിയ ഹെസിറ്റൻസി, മൂത്രം ഒഴിക്കാൻ മുട്ടി കാണും, പക്ഷെ ബാത്റൂം എത്തിയതിനു ശേഷം ചിലപ്പോൾ സ്ലോ ആയിരിക്കും വരുന്നത്, വിട്ടു പോകുന്നതായിരിക്കും, അല്ല ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടി ഒഴിക്കാൻ തോന്നും, ചിലപ്പോൾ ഒഴിക്കാൻ തോന്നി കഴിഞ്ഞാൽ പിടിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥ വന്ന് ഉടനെ ബാത്റൂമിലിട്ട് പെട്ടെന്ന് എത്തേണ്ട ഒരവസ്ഥ വരും. ചിലപ്പോൾ ലീക്ക് ആവാൻ വരെ സാധ്യതയുണ്ട്. രാത്രിയിൽ 2 ഇല്ല 3 പ്രാവശ്യം കൂടുതൽ എണീച്ച് മൂത്രം ഒഴിക്കേണ്ടി വരുവാണെങ്കിലും ഇതൊക്കെ എല്ലാം പ്രോസ്റ്റേറ്റ് ഗ്രോത്തിന്റെ സിംറ്റംസ് ആകാം. ഇങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഒരു അടുത്തുള്ള യൂറോളജിസ്റ്റ് സമീപിക്കുക. നമ്മൾ നിങ്ങളെ നല്ല ക്ലിയർ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് എവാലുവേറ്റ് ചെയ്യേണ്ടി വരും. ശരിക്കും നിങ്ങൾക്ക് സാധാ BPH ആണോ, ഇല്ല പ്രോസ്റ്റേറ്റിന്റെ ക്യാൻസറിന്റെ സംശയം എന്തെങ്കിലും ഉണ്ടോ, ഇല്ല ഇൻഫെക്ഷൻ ആണോ എന്ന് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ട്, ആൻഡ് ഇഫ് സപ്പോസ് സാധാ ഗ്രോത്ത് ആണെങ്കിൽ നമുക്ക് 90% ഓഫ് ദ ടൈം മെഡിസിനിൽ മാത്രം തന്നെ അതിനെ നമുക്ക് കൃത്യസമയത്ത് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ മെഡിസിനിൽ തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ കുറച്ച് ഇൻഡിക്കേഷൻസേ ഉള്ളൂ നമുക്ക് സർജിക്കൽ ഇൻഡിക്കേഷനിലോട്ട് പോകുന്നത്. എപ്പോഴാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്രത്തിൽ കൂടെ ബ്ലഡ് പോവുകയാണെങ്കിലോ, ഇല്ല കൂടെ ഇൻഫെക്ഷൻ വരുന്നുണ്ട് എന്ന് തോന്നുവാണെങ്കിലോ, ഇല്ല മൂത്ര തടസ്സം വന്ന് ട്യൂബിഡൻ്റ് ഒരു അവസ്ഥ വന്നു, പിന്നെ അതിനുശേഷം ട്രയൽ കൊടുത്തതിന് ശേഷവും വീണ്ടും തടസ്സം വരുന്ന എന്നൊരവസ്ഥ വന്നാലോ, ഇല്ല ഈ തടസ്സം കാരണം കിഡ്നിക്ക് ഡാമേജസ് വരുവാണെങ്കിലോ നമുക്ക് പ്രോസ്റ്റേറ്റിന്റെ സർജറിയുടെ ആവശ്യം വരും. അല്ലെങ്കിൽ 90% ഓഫ് ദ ടൈം നമുക്ക് മെഡിസിൻ കൂടെ തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. താങ്ക് യു.